ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമായ വെള്ളിയാഴ്ച, പരിശുദ്ധമായ റജബിൽ അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ചതുപോലെ സ്വർഗത്തിലും നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ശിഷ്ടായുസ് തഖ്വയിലായി കഴിച്ചുകൂട്ടി ഈമാനോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് റജബ് 26, ഇന്ന് രാത്രിയാണ് മിഅ്റാജ് രാവ്, നാളെയാണ് മിഅ്റാജ് ദിനം. റജബ് യുദ്ധം ഹറാമാക്കിയ പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സവിസ്തരം വിശദീകരിച്ചു. പ്രത്യേകമായ ആചാരങ്ങളോ ആഘോഷങ്ങളോ എന്നും ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള സ്മരണീയ ദിനങ്ങളൊക്കെ വരുമ്പോൾ ചരിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളലും ഒരു വിശ്വാസിയുടെ ഈമാന്റെ ഭാഗമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ഐതിഹാസികമായ വലിയ ഒരു മുഅ്ജിസത്താണ് അൽ ഇസ്റാ വൽ മിഅ്റാജ്. മിഅ്റാജ് എന്നുള്ളത് നബി തങ്ങളുടെ ശരീരം കൊണ്ട് 7 ആകാശങ്ങളും കടന്ന അത്ഭുത വിസ്മയ യാത്രയായിരുന്നു. റജബ് 27-ാം രാവിന് ഇതുപോലെ ഒരു 26-ന്റെ അന്ന് രാത്രി, ഇന്ന് റജബ് 26-ആണ്, ഇതുപോലെ ഒരു 26-ന്റെ അന്ന് രാത്രിയാണ് നബിതങ്ങളെ പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു തആല ബുറാഖ് എന്ന ഒരു വാഹനപ്പുറത്ത്, ഒട്ടകത്തിന്റെയും കുതിരനെയും ഒക്കെ ഇടയിലുള്ള ഒരു ജീവിയാണ്. ബുറാഖ് എന്നൊരു മൃഗത്തിന്റെ പേരാണ്. അതിന്റെ പുറത്ത് നബിതങ്ങളെ കയറ്റി ജിബ്രീൽ അലൈഹിസ്സലാം 2000 കിലോമീറ്റർ ദൂരത്തേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. ആ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. അത് അത്ഭുതകരമായ യാത്രയാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്ത് തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹു തആല പറയുന്നത് സുബ്ഹാനമൻ, ഒരുത്തൻ എത്ര പരിശുദ്ധനാണ്. എങ്ങനത്തെ അല്ലാഹു, എങ്ങനത്തെ ഒരുത്തൻ. അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയായ നബി തങ്ങളെ നിശാപ്രയാണം നടത്തി രാത്രി കൊണ്ടുപോയി. ലൈലൻ, അല്പരാത്രിയുടെ അല്പസമയം കൊണ്ട്, മിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്. എങ്ങനത്തെ മസ്ജിദുൽ അഖ്സ? അല്ലദീ ബാറകനാ ഹൗല, അതിന് ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിരിക്കുന്നു എന്നും. ചുറ്റും ബറക്കത്ത് ചെയ്യപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ നബി തങ്ങളെ കൊണ്ടുപോയി. ഈ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. ഇത് നിഷേധിച്ച ഇസ്ലാം എന്ന് പുറത്തു പോകും. ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയ യാത്രയാണ് അൽ ഇസ്രാ. അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിനോട് കൂടിക്കാഴ്ച നടത്താനും ഒക്കെയാണ് മിഅ്റാജ് യാത്ര ഉണ്ടായത്. മിഅ്റാജിന്റെ മുന്നോടിയായി ഉണ്ടായ യാത്രയാണ് അൽ ഇസ്രാ. ഇസ്രാ അത് ഭൂമിയിലൂടെയുള്ള യാത്രയാണ്. മക്കത്തെ പള്ളിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ഭൂമിയിൽ കൂടെയുള്ള യാത്രയാണ് അൽ ഇസ്റാ. പിന്നെ ആകാശ ലോകങ്ങളിലൂടെയുള്ള യാത്രയാണ് മിഅ്റാജ്. ഇത് രണ്ടും നബി തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ വലിയൊരു അത്ഭുതമാണ്. സയൻസ് കൊണ്ട്, ശാസ്ത്രം കൊണ്ട് ഒരിക്കലും തെളിയിക്കുക സാധ്യമല്ല. കാരണം ഒരിക്കലും മനുഷ്യൻ ഇത്ര ദൂരെ രാത്രി സമയം കൊണ്ടൊന്നും മടങ്ങി വരിക എന്നുള്ളത് സാധ്യമല്ല. നമ്മുടെ ഈ ഗാലക്സിയിൽ തന്നെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യാൻ തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ആകാശങ്ങളിലേക്കുള്ള ദൂരം തന്നെ നമുക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഭൗതികമായ മറ്റു സൗകര്യങ്ങളൊന്നുമില്ലാതെ എങ്ങനെ പോയി തിരിച്ചു വരിക, ഉൾക്കൊള്ളാൻ പറ്റൂലല്ലോ. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്, അള്ളാഹു നൽകുന്ന അമാനുഷികമായ കഴിവ്. നബിതങ്ങളുടെ ഈ ഒരു യാത്രയിൽ നബിതങ്ങൾക്ക് അല്ലാഹു തആല അഭൗതികമായ പല കാഴ്ചകളും കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഞാനും നിങ്ങളൊന്നും ആഖിറവും നരകവും കബറും ഇതൊന്നും കണ്ടിട്ടല്ലല്ലോ വിശ്വസിക്കുന്നത്. മലക്കുകളെ കണ്ടിട്ടില്ല, ഖബർ ശിക്ഷ കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല. ആഖിറത്തിനെ പറ്റി നമുക്ക് ഈ സെൻസ് ഓർഗൻസ് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുമാണ്. എന്നിട്ടും നമ്മളത് അംഗീകരിക്കുന്നത് അള്ളാഹുവിന്റെ നബിതങ്ങൾ അത് പഠിപ്പിച്ചെത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് നേരിട്ട് കാണുമ്പോൾ എത്രമാത്രമായിരിക്കും അനുഭൂതി. നബിതങ്ങൾക്ക് അള്ളാഹു തആല എല്ലാം നേരിട്ട് കാണിച്ചു കൊടുത്ത് അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചു പോരാണ്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായി സംസാരിച്ചപ്പോഴേക്ക്, കണ്ടപ്പോഴേക്ക് ഫഖറ മൂസ സ്വഇഖ, ബോധരഹിതനായി വീണു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ സിഫത്ത്, അള്ളാഹുവിന്റെ വെളിച്ചം, പ്രകാശമെന്ന് പ്രകടമായപ്പോഴേക്ക് ആ മല കരിഞ്ഞ് ഇല്ലാതെയായതും മൂസാ നബി അലൈഹി സ്വലാം ബോധം കെട്ട് വീണതും ഖുർആൻ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നേരിട്ട് നബിതങ്ങൾ അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നമുക്കും അള്ളാഹുവിനെ കാണണം. അത് ആഖിറത്തിൽ വെച്ചുകൊണ്ടാണ്. ഇവിടെ തന്നെ ചെറിയ നിരക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കണമെങ്കിൽ അവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. ഒരു വിശ്വാസിയുടെ മനസ്സെപ്പോഴും അള്ളാഹുവിനെ കാണണമെന്ന് കൊതിക്കണം എന്നാണ്. മിഅ്റാജ് നൽകുന്നത് ഈ ലിഖാഇന്റെ സന്ദേശമാണ്. മരണത്തോടു കൂടെ റബ്ബിലേക്ക് ചെറിയൊരു ലിഖാ, റബ്ബിലേക്ക് ഒരു കണ്ടുമുട്ടലുണ്ടാവും. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ ലിഖാ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഓനെ കാണാൻ ഇഷ്ടമാണ്. അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാരെ കാണണമെന്ന് അള്ളാഹ്ക്കും ആഗ്രഹമല്ല. അപ്പൊ റബ്ബുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ലിഖാ,
അത് വിശ്വാസിപ്പയും ആഗ്രഹിക്കണം. മിഅ്റാജ് എന്നത് നിക്കാ ആണ്. അതിന് മുന്നോടിയായ യാത്രയാണ് ഇസ്റാ. മക്കത്ത് നിന്ന് മദീനത്തെ പള്ളി മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി ഖുർആൻ പറയണം മുബാറക്കന അവരെ ചുറ്റും നമ്മൾ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താ മസ്ജിദുൽ അഖ്സക്ക് ചുറ്റുമുള്ള ബർക്കത്ത്? പൂന്തോട്ടോ പൂന്തോപ്പുകളോ അത് മാത്രമല്ല, മഹാന്മാരായ അംബിയാ മുർസലീങ്ങളെ മക്ബറുകൾ, അവരുടെ ഖബറുകൾ അവിടെയുണ്ട്. അവിടെ സിയാർത്ത് ചെയ്യുക അത് പുണ്യമാണ്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന വിഷയങ്ങളാണ് അതൊക്കെ. ഇന്ന് പല അന്ധവിശ്വാസങ്ങളും ആത്മീയ തട്ടിപ്പുകളും ചൂഷണങ്ങളൊക്കെ പല മക്ബറകളിലും പല ദർഗകളിലും ഉണ്ട്. നഖശികാന്തം അതിനെ വിമർശിക്കുകയും എതിർക്കുകയും നിരാകരിക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യണം. പള്ളികളിൽ കയറാത്ത ആളുകൾ പോലും ജാരങ്ങളിൽ കയറിയിട്ട് അനിസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ നമ്മൾ വിമർശിക്കുകയും ചെയ്യണം. അതോടൊപ്പം മഹാന്മാരായ ഉലിയാക്കന്മാർ അമ്പിയാക്കന്മാർ അവരുടെ മക്ബറുകൾ സിയാർത്ത് ചെയ്യണം. അവിടെ അല്ലാഹുവിന്റെ ബർക്കത്ത് ഇറങ്ങുമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്യണം. ബഹുമാനം മൂത്ത് ഷിർക്കിലേക്കും നമ്മൾ എത്തിപ്പെടരുത്. അതുപോലെ തന്നെ ആദരവ് മൂത്ത് ഷിർക്കിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. അതോടൊപ്പം ചില അന്ധവിശ്വാസങ്ങളെ എതിർത്ത് യാഥാർത്ഥ്യങ്ങളെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥയും വരാൻ പാടില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടപ്പോ മഹാനുഭാവന്റെ മയ്യത്ത് ഞങ്ങളുടെ നാട്ടിൽ മറവ് ചെയ്യണമെന്ന് എല്ലാ നാട്ടുകാരും തർക്കിച്ചത് തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ജനാസ് ഞങ്ങളുടെ നാട്ടിൽ മറവ് ചെയ്യും തർക്കമായി. കാരണം എല്ലാ നാട്ടിലും ബർക്കത്തിട്ടാൻ വേണ്ടി ഒരു മഹാന്റെ മക്ബറ, ഒരു മഹാന്റെ ജനാസ് അടക്കം ചെയ്യപ്പെട്ടാൽ അവിടെ റഹ്മത്തിന് മലക്കുകൾ ഇറങ്ങും, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ ഞങ്ങളുടെ നാട്ടിൽ മറവ് ചെയ്യണമെന്ന് ഓരോ നാട്ടുകാരും തർക്കം. അവസാനം എങ്ങനെ തീരുമാനം ഉണ്ടായത്? എല്ലാ നാട്ടിലൂടെയും ഒഴുകുന്ന നദിയാണ് നൈൽ നദി. ഇപ്പൊ ചാലിയാർ പുഴ നിലമ്പൂര് അവിടെ ഇങ്ങനെ വരികയാണ്, ഫറോക്ക് എല്ലാ നാട്ടിൽ കൂടി ഒഴുകി പോകണ്ടല്ലോ. അപ്പൊ അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞു നൈൽ നദി എല്ലാ നാട്ടിലൂടെയും വളഞ്ഞു ഒഴുകുന്ന നദിയാണ്. എല്ലാ നാട്ടുകാർക്കും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ബറക്കത്ത് കിട്ടാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ പുഴയിലങ്ങ് പെട്ടിയിലാക്കി മറവ് ചെയ്താൽ മതി. എന്നാൽ അതിനെ തബറുക്ക് അതുമായി ഒഴുകുന്ന വെള്ളത്തിന്റെ ബറക്കത്ത് എല്ലാ നാട്ടുക്കും കിട്ടും. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മറവ് ചെയ്തത് ഇരുമ്പിന്റെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ മറവ് ചെയ്തു. എന്നിട്ട് ആ നൈൽ നദിയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ കൊണ്ടുവന്ന പെട്ടിയെ തഴുകിത്തലോടുന്ന വെള്ളത്തിന്റെ ബറക്കത്ത്, ആ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സസ്യങ്ങളും ഞങ്ങളുടെ ചെടികളും ഞങ്ങളുടെ കൃഷികളൊക്കെ ഫലഭൂയിഷ്ഠമാകണം, സമ്പുഷ്ടമാകണമെന്ന് അവരുടെ തബറുക്കിന്റെ ചിന്തയായിരുന്നു. 400 വർഷം നൈൽ നദിയിൽ കടന്നു ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ, 4 നൂറ്റാണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം പ്രബോധനമായി എന്നപ്പോൾ അള്ളാഹു തആല പറഞ്ഞു മൂസാ നബിയോട് യൂസുഫ് നബിയുടെ ജനാസ നൈൽ നദിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് ബൈത്തുൽ മുഖദ്ദിസിൽ മറവ് ചെയ്യണം. കാരണം അദ്ദേഹം എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചോനെ സാലിഹ്യങ്ങളോട് ചേർക്കണമെന്ന് അദ്ദേഹം ദ്വാരന്നിട്ടുണ്ട്. സാലിഹ്യങ്ങളൊക്കെ ബൈത്തുൽ മുഖദ്ദിസിന് ചുറ്റും അന്തവിശ്രമം കൊള്ളുകയാണ്. അതുകൊണ്ട് അവരുടെ ഖബറിന് നേരെ അവരുടെ ഖബറുകൾക്ക് അടുത്തായിട്ട് യൂസുഫ് നബിയുടെയും ഖബർ എത്തണം. അങ്ങനെ നൈൽ നദിയിൽ നിന്ന് എടുത്ത് മാറ്റി മറവ് ചെയ്തു. ആരെ മാറ്റി മറവ് ചെയ്തത്? മൂസാ നബി അലൈഹി സ്വലാമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. പരമ്പരാഗതമായി പാരമ്പര്യത്തിന്റെ സുന്ദരമായ ആശയങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നിരാകരിക്കും. വല്ലാത്തൊരു സഹതാപം തന്നെയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ 4 നൂറ്റാണ്ട് നൈൽ നദിയിൽ കടന്നു. പിന്നെ മൂസാ നബി മാറ്റി ബൈത്തുൽ മുഖദ്ദിസിലേക്ക് മറവ് ചെയ്തു. ബൈത്തുൽ മുഖദ്ദിസ് ചുറ്റുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ, ഇസാഖ് നബി അലൈഹി ഇസ്ലാം, അമ്പിയാക്കന്മാരെ ഖബറുകൾ ഒരുപാടുണ്ട്. അപ്പൊ അള്ളാഹു തആല കാണാൻ പോയപ്പോൾ എന്ത് ചെയ്തു? ആദ്യം അവിടെ കൊണ്ടുപോയിട്ട് അവരൊക്കെ ഒന്ന് സിയാർത്ത് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു ആത്മീയമായ ബന്ധം, നമുക്കൊരു സ്നേഹം മഹാന്മാരോട് ഉണ്ടാകണമെന്ന ചിന്ത കൂടി അൽ ഇസ്റാ വൽ മിഅ്റാജ് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനർത്ഥം മഹാന്മാർ നമ്മളെ അള്ളാഹിനെ പോലെ സഹായിക്കും രക്ഷിക്കും എന്നൊന്നുമല്ല, അങ്ങനെ അർത്ഥം വെക്കരുത്. പക്ഷേ നമ്മൾ ആ തബറുക്കിന്റെയും ആ ബന്ധത്തിന്റെയും ഇസ്ലാമിക മാനങ്ങൾ ഒരിക്കലും തിരസ്കരിക്കുകയും ചെയ്യരുത്. അവരൊക്കെ സിയാർത്ത് ചെയ്തിട്ട് അല്ലാഹു തആല നബിതങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയ യാത്രയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. നമുക്കെപ്പോഴും മുഖറവിയ നേട്ടത്തിന് ഉമ്മാന്റെയും ബാപ്പാനെയും ഖബർ സിയാർത്ത് ചെയ്യുന്ന പോലെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹ്യങ്ങൾ അവിടെയൊക്കെ പോയി സിയാർത്ത് ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് അവരുടെ ബഹുമാനാണ്, അവരുടെ ആദരവാണ്. ദീൻ കൊണ്ട് നടന്ന ആൾക്കാരെ നമ്മൾ പരിഗണിക്കലാണ്. അതൊക്കെ ഇസ്ലാമിന്റെ ഭാഗം തന്നെയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതാണ് ബർക്കത്ത് ചെയ്യപ്പെട്ട മസ്ജിദുൽ അഖ്സാക്ക് ചുറ്റും നമ്മൾ ബർക്കത്ത് ചെയ്തു എന്ന് അല്ലാഹു തആല പറയുന്നത്. നബിതങ്ങൾ വഫാത്തായി കിടക്കുന്നത് എവിടെയാണ്? ആയിഷ ബീവിന്റെ വീട്ടില് മദീനത്ത്. ഉമർ തങ്ങൾക്ക് കുത്തേറ്റ് മെഹ്റാബിൽ പടഞ്ഞു വീണപ്പോ സ്വന്തം മകനെ വിളിച്ച് ആദ്യം പറഞ്ഞ എന്താ? പൊന്നാര മകൻ അബ്ദുള്ള, ഞാൻ മരിക്കാൻ പോവാൻ, എന്റെ ഖബർ, എന്റെ മയ്യത്ത് നബിതങ്ങളെ ഖബറിന്റെ അടുത്ത് മറവ് ചെയ്യപ്പെടണം. അതുകൊണ്ട് ആയിഷ ബീവിന്റെ വീട്ടിലാണ് നബിതങ്ങളെ ഖബർ, നബിതങ്ങളെ റൗള. ആയിഷ ബീവിന്റെ അടുത്ത് പോയി സമ്മതം ചോദിക്കും, എന്റെ മയ്യത്തോടെ വെക്കട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന ഉമർ തങ്ങളെ മകൻ ഓടിച്ചെന്ന് ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ എന്റെ വാപ്പ കുത്തേറ്റ് കിടക്കുകയാണ്, വാപ്പാന്റെ മയ്യത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വെക്കണം എന്ന് വാപ്പാക്ക് ആഗ്രഹമുണ്ട്, അത് നിങ്ങളെ പ്രൈവറ്റ് സ്ഥലല്ലേ, നിങ്ങൾ സമ്മതം തരുമോ? ആയിഷ ബീവി പറഞ്ഞു,
ഇന്റെ മയ്യത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കണത്. ആ സ്ഥലം എനിക്ക് വേണ്ടി കണ്ടുവച്ചതാണ്. പക്ഷെ നിന്റെ വാപ്പ ഉമർത്തങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെ തരാതിരിക്കുക? എന്നായിക്കോട്ടെ, അവിടെ ഞാൻ വാപ്പാക്ക് വിട്ടുവന്നു. അങ്ങനെ വിട്ടുകൊടുത്തു. ആയിഷാ ബീവിനെ പുറത്താണ്. ഞാൻ പറഞ്ഞെന്താ, മഹാന്മാരുടെ മക്ബറകൾ, ദർഗകൾ പുണ്യല്ല, ബറക്കത്തില്ല, അവിടെ പോവണ്ട, ശിർക്കാണ്, കുഫറാണ് എന്ന് പറയുന്നതിനെയും നമ്മൾ വിമർശിക്കണം. അവിടെ ചെന്നാൽ എല്ലാം അതാണ് എന്ന് അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും നടക്കും, അതിനെയും നമ്മൾ വിമർശിക്കണം. അതുകൊണ്ട് സത്യം അതിന്റെ ഋജുവായ പാതയിൽ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം. അൽ ഇസ്റാ വൽ മിഅ്റാജ് നമുക്ക് നൽകുന്ന ഈ സുന്ദരമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു ഹഖായ വഴിയിലൂടെ സഞ്ചരിപ്പിച്ച് ഈമാനോടെ മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏതാവട്ടെ, ഈ അൽ ഇസ്റാ വൽ മിഅ്റാജ് നൽകുന്ന വലിയ സന്ദേശമാണ്. ദീർഘമായി സംസാരിക്കാൻ നമുക്ക് സമയമല്ല, ബാങ്ക് വളരെ ലേറ്റാണ്. മിഅ്റാജിന്റെ ചരിത്രങ്ങളൊന്നും പറയുന്നില്ല. നബി തങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളായി എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അള്ളാഹുവിലേക്ക് അങ്ങ് കൊണ്ടുപോയി. അപ്രാപ്യമായ പല കാഴ്ചകളും സ്വർഗീയ കാഴ്ചകളും കാണിച്ചു കൊടുത്ത് മനസ്സ് സന്തോഷിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടു. ഒരു ടൂർ കൊണ്ടുപോകുന്ന പോലെ. മിഅ്റാജ് നമുക്ക് നൽകുന്ന പാഠം എന്താ പറയുക? എല്ലാവരും നമ്മൾ ഒഴിവാക്കിയാലും അള്ളാഹു നമ്മളെ സ്വീകരിക്കാനുണ്ട് എന്ന ബോധമാണ്. എല്ലാവരും കൂക്കി വിളിച്ചും കല്ലെറിഞ്ഞും കല്ലെറിഞ്ഞ് ഭ്രാന്തനെന്ന് വിളിച്ചാട്ടിയോടിച്ചും നബിതങ്ങളെ മർദ്ദിച്ചും ക്രൂരമായി പീഡിപ്പിച്ചും ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പച്ചരകൾ മാത്രം തിന്ന് നബിതങ്ങൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി സ്വന്തം അമ്മാവന്മാർ പോലും നബിതങ്ങളെ കൂക്കി വിളിച്ച് തെറിവിളിച്ച് ജീവിതമാകെ ദുസ്സഹമായി പ്രയാസപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് പോര് നബിയെ, ഞാൻ കാണിച്ചു തരാം, അതൊന്നുമല്ല ലോകമെന്ന് പറഞ്ഞ് ആകാശ ലോകങ്ങളിലേക്കും സ്വർഗീയ കാഴ്ചകൾ, സിദ്റത്തുൽ മുൻതഹ, ബൈത്തുൽ മഅമൂർ, അർശ്, കുർശ്, ലൗഹ്, കലം തുടങ്ങിയ ആത്മീയ വഴികളും മാർഗങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നബിതങ്ങൾക്ക് സന്തോഷമായി. ഇതൊക്കെയാണ് യഥാർത്ഥ ലോകം. പിന്നെ ദുനിയാവിലെ കഷ്ടപ്പാടുകൾ എന്ത് പുല്ലുവില. അങ്ങനെയാണ് ഭൂമിയിലേക്ക് നബിതങ്ങൾ തിരിച്ചു വരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. അള്ളാഹുവിനെ കിട്ടണമെങ്കിൽ ദുനിയാവ് മുഴുവനും കാലിന്റെ ചോട്ടിലാക്കുക. അതല്ല ഇപ്പൊ ഇസ്രാ മിഅ്റാജ്. നബിതങ്ങൾ ആകാശങ്ങളിലേക്ക് പോകുമ്പോൾ ദുനിയാവിനെ മൊത്തം കാലിന്റെ ചോട്ടിലാക്കിയപ്പോൾ അള്ളാഹുവിനെ കിട്ടി. നമ്മൾ അള്ളാഹുവിനെ കിട്ടണമെങ്കിൽ ഭൗതികമായതും മുഴുവനും നമ്മുടെ ഹൃദയത്തിന്റെ പുറത്തേക്ക് വെക്കണം. നമ്മളെ പോക്കറ്റിൽ എത്രയും കാശുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറക്കി വെക്കാൻ പാടില്ല. ഭാര്യയും മക്കളും നമ്മുടെ കുടുംബങ്ങളും സന്താനങ്ങളൊക്കെ മടിയിലിരുത്തുക. നമ്മുടെ പൈസയും പണവും നമ്മുടെ പോക്കറ്റിൽ വെക്കുക, ഹൃദയത്തിൽ അള്ളാഹുവിനെയും വെക്കുക. ഇന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഇന്ന് ആലോചിക്കി, നബി നിങ്ങൾക്ക് എല്ലാ നിലക്കും പ്രയാസമുണ്ടായപ്പോൾ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്ന വർഷത്തിൽ സമാധാനം കൊടുക്കാനാണ് അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സമാധാനമുള്ളൂ. യഥാർത്ഥ ഇസ്ലാം അള്ളാഹുവിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഭാരം നമ്മൾ ചുമക്കേണ്ടതില്ല. നമ്മൾ ബസ് കയറിയാൽ പിന്നെ തലയിൽ വലിയൊരു പെട്ടി ഉണ്ടെങ്കിൽ ബസ് കയറി ആരും പിന്നെ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് തലയിൽ പെട്ടിവെക്കൂല. ബസ് കയറി അവന്റെ ഭാരം കൂടി ബസ് ചുമക്കും. ട്രെയിനിലും ഫ്ലൈറ്റിലും കയറിയാൽ നമ്മൾ അതുവരെ തൂക്കി പിടിച്ച ബാഗ്, അതുവരെ തലയിൽ വെച്ച ചാക്ക് ട്രെയിനിലോ ബസ്സിലോ കയറിയ പിന്നെ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. അത് വഹിച്ചോളും, ആ വാഹനം വഹിച്ചോളും. ഇതുപോലെ നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ, ദീൻ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഭാരം ബുദ്ധിമുട്ട് നമ്മൾ വഹിക്കേണ്ടതില്ല. അത് ഇസ്ലാം വഹിച്ചോളും, അത് ദീൻ വഹിച്ചോളും. പിന്നെ എന്തിനാ നമ്മളെ കുട്ടികളെ മക്കളെന്ന് പറഞ്ഞ് തലമുണ്ടാക്കേണ്ട ആവശ്യം? ചെയ്യേണ്ടത് ചെയ്യുക, ബാക്കി തവക്കുലാക്കുക. ഇതാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അള്ളാഹുവിനെ കണ്ടപ്പോ എല്ലാവിധ അനുഭൂതിയും കിട്ടി. ഒരു കാമുകൻ തന്റെ കാമുകയെ കാണുമ്പോൾ ഉണ്ടാകുന്ന രംഗം എത്ര രസകരായിരിക്കും. അള്ളാഹുവിനെ കണ്ടപ്പോ നമ്മളെ മറന്നില്ല. വസലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ ആലോചിച്ചു നബിതങ്ങൾ, പടച്ചോനെ അള്ളാഹ് സലാം പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് മാത്രം സലാം പോരാ, എല്ലാവർക്കും രക്ഷ വേണം. ഈ വിശാല മനസ്കതയാണ് ഇന്ന് നമുക്ക് വേണ്ടത്. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൻ പോരാ, എല്ലാവരും രക്ഷപ്പെടണമെന്ന വിശാലമായ മനസ്സ്. അള്ളാഹുവിന്റെ നബിതങ്ങൾ റബ്ബിനെ കാണുമ്പോൾ നമ്മൾ ഓർത്തത് ഒന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹിനെ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ കൂടെ എന്ന് പറഞ്ഞില്ല. ഇദ്രീസ് നബി അലൈഹി സ്വലാം നേരെ മറിച്ചാണ്. മരിക്കാൻ നേരത്തെ എനിക്കൊന്ന് സ്വർഗം കാണണം എന്ന് പറഞ്ഞു. അള്ളാഹ് സ്വർഗം കാണിച്ചു കൊടുത്തപ്പോൾ അതിലേക്കാണ്ട് കയറിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ പുറത്തിറക്കൂല. ഇപ്പോഴും ഇദ്രീസ് നബി അലൈഹി സ്വലാം സ്വർഗത്തിലാണ്. നബിതങ്ങളോ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തിയപ്പോഴും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഇസ്ലാഹ് ചെയ്യണം, ദഅവത്ത് ചെയ്യണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മൈസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ മിഅ്റാജ് നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളും ചില പാഠങ്ങളുമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത് ഇതുപോലെ 26 രാത്രിയായിരുന്നു. നിസ്കാരത്തിന്റെ വാർഷികം കൂടിയാണ്. ഏത് അടിമകൾക്ക് എന്ത് പ്രയാസം ബുദ്ധിമുട്ട് വന്നാലും നമസ്കാരം ആ ബുദ്ധിമുട്ടിനൊക്കെ ഇല്ലാതെയാക്കി കളയണം. അത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണല്ലോ സലാം പറയാം. ഗൾഫിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ വരെ കണക്ക് വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇതുപോലെ നിസ്കാരം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട്
അവസാനം സലാം വീട്ടുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാ നിസ്കാരത്തിന്റെ ലാസ്റ്റ് സലാം വീട്ടല്. കാരണം അതൊരു യാത്ര കഴിഞ്ഞുള്ള വരവാണ്. എവിടെ നിന്നുള്ള യാത്ര? അള്ളാഹുവിലേക്കുള്ള യാത്ര, നാഥനിലേക്കുള്ള യാത്ര, തന്റെ പ്രപഞ്ചനാഥനിലേക്ക്, തന്റെ ഉടമയിലേക്കുള്ള മനസ്സുകൊണ്ടുള്ള യാത്രയാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഒരു പക്ഷി അതിന്റെ ചിറകറ്റിടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് വിഹായസിലേക്ക് പറക്കുന്ന പോലെ അവൻ തക്ബീർ കെട്ടുമ്പോൾ രണ്ട് കൈകളും പക്ഷിയുടെ ചിറക് പോലെ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികതയിൽ നിന്നും, ഭൗതിക ചിന്തകളിൽ നിന്നും, ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്നും ഹൃദയത്തെയും മനസ്സിനെയും പറിച്ചെടുത്തുകൊണ്ട് ഇലാഹിയായ ചിന്തയിലേക്ക്, റബ്ബിന്റെ മുനാജാത്തിലേക്ക്, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് അത്തഹയ്യാത്ത് തീരുന്നവരെ റബ്ബുമായുള്ള സംസാരവും റബ്ബുമായുള്ള പ്രണയവും പ്രേമ വർത്താനങ്ങളുമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഭൗതികതയിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്റെ കൂടുതലുള്ള ആൾക്കാരോട് പറയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാരണം നിസ്കാരം ഇതുവരെ ഒരു യാത്രയായിരുന്നു. പക്ഷേ നമ്മൾ നിസ്കരിക്കുമ്പോൾ ദുന്യാവിൽ തന്നെ ഉള്ളത്, ഭൗതികതയിൽ തന്നെ ഉള്ളത്, നമ്മളൊരു യാത്രയാണില്ല. നബിതങ്ങൾക്ക് അല്ലാഹു മീറാജ് കൊടുത്ത പോലെ നമ്മുടെ മീറാജ് സ്വലാത്തുൽ മുഅ്മിൻ അൽ മിഅ്റാജ്, നമ്മുടെ ഒരു മീറാജ് എന്ന് പറയുന്നത് ഈ നിസ്കാരമാണ്. മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഹബീബായ നബിതങ്ങൾക്ക് കിട്ടിയ ആത്മീയമായ അനുഭൂതി ആ നിസ്കാരം കൊണ്ടായിരുന്നു എന്നർത്ഥം. ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ 80 ഹുക്കുബ, അതായത് 6400 കൊല്ലത്തോളം നരകത്തിൽ കിടക്കണമെന്നാണ്. 6400 നിസ്കാരത്തിനെ കത്ത് ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ക്യാമ്പസിലേക്ക് പോകുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് കല്യാണ പരിപാടികളൊക്കെ റിസപ്ഷനാണ്, ഒക്കെ 5 മണിക്കാണ്. മഗ്‌രിബ് മിക്ക ആൾക്കാർക്കും നഷ്ടപ്പെട്ടു. അത് പ്രശ്നമല്ല. ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങളായി മാറി. കളികളൊക്കെ മഗ്‌രിബ് പലർക്കും നഷ്ടപ്പെടാൻ. കല്യാണങ്ങളിൽ പോയാൽ മഗ്‌രിബ് പല പെണ്ണുങ്ങൾക്കും പോയി, ആണുങ്ങൾക്കും പോയി. അതൊരു വിഷയമുള്ള കാര്യമല്ല. എന്ത് നിസ്കാരം? ഇത് ചിന്തയിലാണ് നമ്മളുള്ളത്. ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ 6400 കൊല്ലം നരകത്തിൽ കടന്ന് കത്തണം ഒരു നിസ്കാരത്തിന്. ഇനി കൂട്ടി നോക്കൂ നിങ്ങൾ, 5 നിസ്കാരമാകുമ്പോൾ എത്രയായിരിക്കും? ഇതാണ് ശിക്ഷ. ശരിക്കും നമ്മൾ അറസ്റ്റ് ചെയ്ത 14 ദിവസം റിമാൻഡ് ചെയ്യല്ലോ. ഓരോ തെറ്റിനും ഓരോ ശിക്ഷ നമ്മുടെ കോടതി വിധിക്കുമല്ലോ. 2 കൊല്ലം കഠിന തടവ്, ചില തെറ്റ് ചെയ്താൽ ജീവപര്യന്തം. ഇതേപോലെ ഒരു നിസ്കാരം ഒഴിവാക്കിയാലുള്ള ശിക്ഷ 6400 കൊല്ലം നരകത്ത് കിടക്കുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? അതുകൊണ്ട് ആ ഒരു ബോധമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. റമദാനാണ് കടന്നു വരുന്നത്. വീട് ഭംഗിയാക്കലും ചൊറുക്കൂട്ടലും പള്ളി പെയിന്റ് ഇടലും അതൊക്കെ ഭൗതികമാണെങ്കിൽ ഏറ്റവും വലുത് അവിടെ ഹൃദയത്തിന് നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കുക, ഹൃദയത്തിൽ തെക്കുവുണ്ടാക്കി കൊടുക്കുക. ഒരു സുഹൃത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു 10 ലക്ഷം വരെ ചെലവാക്കാൻ തയ്യാറാണ്, പള്ളിക്കാട് മുഴുവനും ഇന്റർലോക്ക് ചെയ്ത് പേൾ ഗ്രാസ് ഒക്കെ വിരിച്ച് ഭംഗിയാക്കണം. ഇനി നമ്മളെ ചിന്ത അങ്ങനെയാണ്. പള്ളിക്കാട് എന്ത് ചെയ്യും? എല്ലായിടത്തും ഇന്റർലോക്കൊക്കെ വെച്ചിട്ട്, കാരണം ബറാത്തൊക്കെ അല്ലേ വരുന്നത്, മീറാജൊക്കെ അല്ലേ ആൾക്കാർക്ക് സിയാറത്ത് ചെയ്യണം. പള്ളിക്കാട് മുഴുവൻ ഇന്റർലോക്ക് ചെയ്ത് നല്ല ലൈറ്റ്, ഫ്ലഡ് ലൈറ്റ് ഒക്കെ വെച്ച് നല്ല ചുറുക്ക് കൂട്ടി നല്ല ഗ്രാസ് വെച്ചിട്ട് ഉഷാറാക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പള്ളിക്കാടാകുന്ന പള്ളിപ്പറമ്പിന്റെ പുറമെ ഗ്രാസ് വെച്ചും പച്ച വെച്ചും അവിടെ ലൈറ്റ് വെച്ചും പകിട്ടും വെട്ടും ആക്കി ഉഷാറാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്തൊക്കെ കൊടുക്കാൻ പറ്റിയ പോലെ ലൈറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ 10 ലക്ഷത്തിന് ഇന്റർലോക്ക് ചെയ്യാന്നല്ലേ പറഞ്ഞു, സ്നേഹത്തോട് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഒരു മേഘിതിരെങ്കിലും കൊടുക്കാൻ പറ്റണം. അതെന്താ? അവർക്കുള്ള പ്രാർത്ഥനകളാണ്. അത് നമ്മൾ കൊടുക്കണില്ല, നോക്കണില്ല. നമ്മൾ ഭൗതികമായ ചൊറുക്ക് മാത്രമല്ലേ നോക്കണുള്ളൂ. ഭൗതികമായ ഭംഗി, പള്ളിക്കാട്ടുള്ളവർക്ക് ലൈറ്റ് കിട്ടണം, അവിടെ ഇന്റർലോക്ക് ഇടണം. അവിടെ ഇപ്പം ഇങ്ങനെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെയൊക്കെയോ വാട്സപ്പിൽ കണ്ടു, പല പള്ളികളിലും പള്ളിക്കാട് നോക്കിയ മനോഹരമായ പൂന്തോപ്പ്, എന്താ ഭംഗിയെന്നറിയോ. പക്ഷേ അവർക്ക് ആ പൈസക്ക് ആ ഖബറിന് അകത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുത്തൂടെ? അതല്ലേ നമ്മൾ വേണ്ടത്. പക്ഷെ നമ്മൾ ചിന്തിക്കൂല. ഈ പുറമെ ഉഷാറാക്കുന്നതല്ല, പുറം മൂടി മാത്രം, പുറമെ ഭംഗിയാക്കുക എന്ന അവസ്ഥയിലേക്ക് മാത്രമായി നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ പുറമെ മാത്രം. പ്രിയപ്പെട്ടവർ ചിന്തിക്കും, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ തിരിഞ്ഞു നോക്കാൻ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളാണെങ്കിൽ പോലും മരിച്ചതോടുകൂടെ പിന്നെ ആര് വരാനാണ്? ഏത് വലിയ സുഹൃത്തുക്കളുണ്ടെങ്കിലും ഖബറിങ്ങൾക്കൊന്നും ഇന്നത്തെ കാലത്ത് ആരും വരൂല്ല, നിനക്ക് വേണ്ടി ദുആ ചെയ്യൂല. അത് വെറുപ്പുള്ളതുകൊണ്ടൊന്നുമല്ല, ദേഷ്യമുള്ളതുകൊണ്ടൊന്നുമല്ല. മനുഷ്യന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ യാഥാർത്ഥ്യവും സ്വാഭാവികതയും അതാണ്. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ അമല് ചെയ്യുക, അവനാന്റെ കുഴി അവനാൻ തന്നെ റെഡിയാക്കുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഞാൻ നബിതങ്ങൾ പ്രിയപ്പെട്ട മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത്, അൻഖദി നഫ്സക മിനന്നാർ. ഫാത്തിമ, പ്രിയപ്പെട്ട ഫാത്തിമ, നിന്റെ തടി നീ കാത്തുകൊള്ളണം കേട്ടോ, നിന്റെ തടി നീ കഴിച്ചിലാക്കണം, നിന്റെത് നീ നോക്കണമെന്ന്. അതുകൊണ്ട് അവനാൻ ഈ ഒരു വിഷയത്തിൽ, ആഖിറത്തിന്റെ വിഷയത്തിൽ അവനാന്റെ കാര്യം സേഫാക്കണം, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം. മേറാജിന്റെ രാവ് നിസ്കാരത്തിന്റെ സന്ദേശമാണ്. മേറാജ് നമുക്ക് നൽകുന്നത്, നബിതങ്ങൾ പോയപ്പോൾ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് കാഴ്ചകൾ. അതെല്ലാം പറയാൻ നമുക്ക് സമയം ഇവിടെ കൃത്യമല്ല. അപ്പോ മേറാജ് നൽകുന്ന സന്ദേശം നിസ്കാരത്തിന്റെ സന്ദേശമാണ്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ കണ്ട ഒരുപാട് കാഴ്ചകൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. ഗീബത്ത് പറയുന്നവർക്കുള്ള ശിക്ഷ, പരദൂഷണം പറയുന്നവർക്കുള്ള ശിക്ഷ, കളവ് വ്യാപിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷ. ഇന്ന് നമ്മളൊക്കെ എല്ലാ നിലക്കുള്ള തിന്മകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയല്ല സത്യത്തിൽ.
ഞാൻ വാട്സപ്പ് നിന്നെ ഉപയോഗിക്കുകയാണ്, ഫേസ്ബുക്ക് നിന്നെ ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാണ്ട് ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയനെ നമ്മൾ ഉപയോഗിക്കല്ല, വാട്സപ്പിനും ഫേസ്ബുക്കിനും നമ്മൾ ഉപയോഗിക്കല്ല. സത്യം പറഞ്ഞാൽ വാട്സപ്പ് നിന്നെ ഉപയോഗിക്കുകയാണ്, ഫേസ്ബുക്ക് നിന്നെ ഉപയോഗിക്കുകയാണ്. നീ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ, ഒന്ന് മാന്തി തോണ്ടി നോക്കുമ്പോൾ 1 KB 2 KB 10 KB MB GB പോയാൽ അവരെ അക്കൗണ്ട് നിറയുന്നു, അവരെ കീശ വീർക്കുന്നു. നീ ഇഷ്ടപ്പെട്ട വൃത്തികെട്ട ഒരു വീഡിയോ കാണുമ്പോൾ അതിനോട് ലിങ്കായ, അതിനോട് യോജിപ്പുള്ള 100 ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കും വാട്സപ്പും മെറ്റയും നിനക്ക് ഇട്ടുതരുന്നു. അങ്ങനെ നീ അതിനടിമപ്പെട്ട് അഡിക്റ്റായി മാറുന്നു. അവർ അതുകൊണ്ട് എല്ലാ സാമ്രാജ്യങ്ങളും പണങ്ങളും ഉണ്ടാക്കുന്നു. അവര് നിന്നെ ഉപയോഗിച്ച് നിന്നെ അടിമയാക്കാൻ. നീ വാട്സപ്പിന് ഉപയോഗിക്കല്ല. ഇതിനിടയിൽ നമുക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല, ഹത്തം തീർക്കാൻ സമയം കിട്ടൂല. റമദാൻ നമ്മളെ മുമ്പിലെത്തി, എന്ത് നന്മകളാണ് നമുക്കുള്ളത്? കുറെ സോഷ്യൽ മീഡിയ മാത്രം നമ്മളിങ്ങനെ തോണ്ടി നടന്ന് സമയം വെറുതെ കളയാം. പള്ളിയേക്ക് വന്നാലും ഖുർആൻ ഓതാൻ നമുക്ക് സമയമല്ല, ദിക്റല്ല നമുക്ക് സമയമല്ല, അപ്പയും തോണ്ടി കുത്തിർക്കാൻ. ദീനിയാ വിഷയം തോണ്ടുന്നതിന് കുഴപ്പമില്ല, ഖുർആൻ ഓതാൻ തോണ്ടുന്നതിന് കുഴപ്പമില്ല, കിതാബ് മൊബൈൽ നോക്കണ കുഴപ്പമില്ല. അതല്ലേ പറഞ്ഞത്. അപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയ, അപ്പോഴും നമുക്ക് വാട്സപ്പ് ഫേസ്ബുക്ക്. സമയം നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കാൻ പഠിക്കണം, വാട്സപ്പ് നമ്മൾ ഉപയോഗിക്കരുത്, നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് മെഹറാജാൻ, 2 ആഴ്ച കഴിഞ്ഞാൽ ബറാഅത്താൻ, പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പരിശുദ്ധ റമളാനാണ്. സമയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആഖിറത്തിലേക്കൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല, നഷ്ടങ്ങൾ മാത്രമാണ് നമ്മൾക്കുള്ളത്. നമ്മൾ ഒരു വിചിന്തനം നടത്തണം. അള്ളാഹു നമ്മുടെ ഖൽബ് തുറന്ന് വൃത്തിയാക്കി തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട